പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറച്ചിൽ FIR ഇട്ടവരും FIR ഇടാൻ പോകുന്നവരും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെറിയ തോതിൽ പൈസ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10,000 രൂപ നമ്മൾ ഹൈറച്ചിൽ ഇട്ടിട്ട് 2,000-3,000 ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ FIR അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ 420 വകുപ്പ് നിലനിൽക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇവർ ഹൈറച്ചിൻ്റെ ലീഡർമാരൊക്കെ പറയുന്നത് അത് നിലനിൽക്കില്ല എന്നതാണ്. എന്താണെന്നാൽ കമ്പനി ഫ്രീസ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പൈസ തരാൻ പറ്റാത്തത്. കമ്പനി ഫ്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് FIR നമ്മുടെ പൂൾ ഇൻകം തന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു വിദഗ്ധമായിട്ടുള്ള ഉപദേശം, നിയമോപദേശം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് ഇനി പണം എന്തെങ്കിലും രീതിയിൽ പണം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ അത് 420 നിലനിൽക്കുമെന്നതാണ്. കമ്പനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന പണം യാതൊരുവിധ ബിസിനസ് നടത്താതെയുള്ള പണമാണ്. അത് ഇതുപോലെ തന്നെ ആൾക്കാരെ ചേർത്തിട്ടുള്ള, നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചേർത്തിട്ടുള്ള പണമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് ഭാവിയിൽ നിങ്ങളെ വഞ്ചിക്കണം എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങൾക്ക് ചെറിയതായിട്ടുള്ള തുക തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങളുടെ FIRൽ നിങ്ങൾക്ക് ലഭിച്ച തുക കൃത്യമായി രേഖപ്പെടുത്താം. ഇത്ര തുക ലഭിച്ചിട്ടുണ്ട്, ഇത്ര രൂപ ലഭിച്ചിട്ടില്ല, ഇത്രയായിരുന്നു വാഗ്ദാനം എന്നുള്ളത് കാര്യം നിങ്ങൾക്ക് FIRൽ ധൈര്യമായിട്ട് രേഖപ്പെടുത്താം. എന്ത് കഴിഞ്ഞാലും ED ആയാലും ബഡ്സിൻ്റെ അതോറിറ്റി ആയി കഴിഞ്ഞാലും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഗവൺമെൻറ് പിടിച്ചെടുത്തിരിക്കുന്ന പണത്തിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമായ തുക മാത്രം നൽകുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ FIR ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച തുക ധൈര്യമായിട്ട് അതിൽ പറയാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുകയ്ക്ക് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ എല്ലാ ക്ലെയിമുകളും എന്നാണ് പറയാനുള്ളത്.